നോബൽ പ്രൈസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോബൽ പ്രൈസിൻ്റെ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളും പിന്നെ 2024 നോബൽ പ്രൈസിനെ കുറിച്ചും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നോബൽ പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആൽഫ്രഡ് നോബൽ ആണ്. അദ്ദേഹമാണ് ഡൈനാമൈറ്റ് ഇൻവെന്റ് ചെയ്തതും. ഇനി നോബൽ പ്രൈസ് നൽകുന്നത് പീസ്, ലിറ്ററേച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ഇക്കണോമിക്സ് തുടങ്ങിയ ഏരിയയിലേക്കാണ് നോബൽ പ്രൈസ് നൽകുന്നത്. ഫസ്റ്റ് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് 1901 ആ സമയത്ത് എക്കണോമിക്സിന് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എക്കണോമിക്സിന് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് 1969 1901 ഫസ്റ്റ് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. ആ ഫസ്റ്റ് നോബൽ പ്രൈസ് അവാർഡ് വിന്നറാണ് വില്യം റോഞ്ചൻ. അദ്ദേഹത്തിന് ഫിസിക്സിലെ എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നറായ വുമൺ ആണ് മേരി ക്യൂറി. ഫിസിക്സിനാണ് മേരി ക്യൂറിക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. പിന്നീട് കെമിസ്ട്രിയിലും നോബൽ പ്രൈസ് കിട്ടി 1911. അങ്ങനെ 2 സയൻസ് ശാഖകളിൽ നോബൽ പ്രൈസ് കിട്ടിയ പേഴ്സൺ ആണ് മേരി ക്യൂറി. നോബൽ പ്രൈസ് നിരസിച്ച ഒരേയൊരു വ്യക്തി എന്ന് പറയുന്നത് ജീൻ പോൾ സാറ്റർ ആണ്. ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ആണ് അദ്ദേഹം നിരസിച്ചത്. വർഷം 1964. മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച വർഷം 1979. 17 വയസ്സിൽ നോബൽ പ്രൈസ് ലഭിച്ച മലാല യൂസഫ്സായി ആണ് നോബൽ പ്രൈസ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 2014 മലാല യൂസഫ്സായിക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് മലാല യൂസഫ്സായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മലാല യൂസഫ്സായിയുടെ ഒപ്പം നോബൽ പ്രൈസ് ഷെയർ ചെയ്ത മറ്റൊരു വ്യക്തിയായിരുന്നു കൈലാസ് സത്യാർത്ഥി. ചൈൽഡ് ലേബറിനെതിരെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. ഇനി നോബൽ പ്രൈസ് കൊടുക്കാതിരുന്ന വർഷം എന്ന് പറയുന്നത് ഈ വേൾഡ് വാർ സെക്കൻഡിന്റെ സമയം 1939 to 1945 വരെ. ഇക്കണോമിക്സിനുള്ള ഫസ്റ്റ് നോബൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത് 1969. അത് ലഭിച്ചത് ജാൻ ടിൻബർജനും റാഗ്ന ഫ്രിഷനും ആയിരുന്നു. ഇനി നോബൽ പ്രൈസ് കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1913 ലിറ്ററേച്ചറിനുള്ള അവാർഡ് ഗീതാഞ്ജലി മുഖേന അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി നമുക്ക് 2024 നോബൽ പ്രൈസ് നോക്കാം. ഫസ്റ്റ് ഫിസിക്സ്. ഫിസിക്സിന് ലഭിച്ചത് ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡണും ആയിരുന്നു. അവരുടെ എന്ത് അച്ചീവ്മെന്റിനാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയ്ക്ക് വഴി തുറന്ന മെഷീൻ ലേണിംഗ് സംഭാവനകൾക്കാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. ഇനി ഇതിനൊക്കെ തമ്മിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ആളുടെ പേര് ഹോപ്പ് ഫീൽഡ്, രണ്ടാമത്തെ ആളുടെ പേര് ഹിൻടൺ. അപ്പോൾ ഹോപ്പ് ഫീൽഡിനെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡായിട്ട് കണക്ട് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഹിൻടണിൽ നമുക്ക് ടൺ പോലുള്ള അളവുകളൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഫിസിക്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഹോപ്പ് ഫീൽഡിനെയും ഹിൻടണിനെയും നമ്മൾ ഫിസിക്സ് ആയിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് പറയാം ഈ ടൺ കണക്കിന് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണമെങ്കിൽ ആ തൂക്കം നോക്കണ മെഷീനെ കുറിച്ചിട്ട് ഒരു അറിവ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മെഷീൻ ലേണിംഗ് ഒന്നും കൂടി കണക്ട് ചെയ്യാം. നെക്സ്റ്റ് കെമിസ്ട്രി. കെമിസ്ട്രിക്ക് 2024 നോബൽ പ്രൈസ് ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസബിസ്, ജോൺ എം ജംബർ, ഈ 3 പേർക്കും കൂടിയായിരുന്നു. അപ്പോൾ ഇവർക്ക് അച്ചീവ്മെന്റ് എന്തായിരുന്നു? പ്രോട്ടീൻ ഡിസൈനിങ്, പ്രോട്ടീൻ സ്ട്രക്ചർ ഇവയുടെ പ്രവചനത്തിൻ്റെ പേരിലായിരുന്നു ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ 2 പേരുകൾ ഡേവിഡും ഡെമിസും ഏകദേശം ഒരേപോലെ ഉണ്ട് അല്ലേ ആ പേരുകൾ. അപ്പോൾ നമുക്ക് ഡേവിഡും ഡെമിസും തമ്മിൽ ഒരു സ്ട്രക്ചറിലും ഒക്കെ ഒരു കെമിസ്ട്രി ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ നമുക്ക് ഡേവിഡും ഡെമിസും രണ്ടും ഒരേപോലുള്ള പേരുകളാണെന്ന് ഓർക്കാം. അപ്പോൾ ഡേവിഡും ഡെമിസും തമ്മിൽ എന്തുണ്ട്? ഇവിടെ പ്രോട്ടീൻ സ്ട്രക്ചർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്ട്രക്ചറിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ജോയ് കൊണ്ട് അവിടെ ജോൺ അല്ലേ, ജോയ് എന്ന് ജസ്റ്റ് ഓർക്കാം. സന്തോഷം കൊണ്ട് അവർ ജമ്പ് ചെയ്തു. ഇനി
നെക്സ്റ്റ് മെഡിസിന് നോബൽ പ്രൈസ് ലഭിച്ചത് വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കുൻ, ഇവർ രണ്ടുപേർക്കുമായിരുന്നു മെഡിസിൻ അവാർഡ് ലഭിച്ചത്. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓർക്കാം. ഇതിൽ എന്താ പറയുക, മെഡിസിനിൽ ഗൗരി വിജയിച്ചു എന്ന് ഓർക്കാം. അപ്പോൾ അതായത് വിക്ടറിനെ നമ്മൾ വിജയമായിട്ട് കണക്കാക്കി. പിന്നെ മെഡിസിൻ ആണല്ലോ നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയ ഫീൽഡ്, മെഡിസിൻ. പിന്നെ ഗാരി എന്നുള്ളത് ഗൗരി എന്ന് ആലോചിക്കാം. അപ്പോൾ ഗൗരി മെഡിസിനിൽ വിജയിച്ചു എന്ന് പറയാം. പിന്നെ അവർക്ക് എന്തായിരുന്നു അവരുടെ അച്ചീവ്മെന്റ്? മൈക്രോ RNA-യുടെ ഡിസ്കവറിയും ജീൻ റെഗുലേഷനിൽ മൈക്രോ RNA-യുടെ പങ്കും ബേസ് ചെയ്തിട്ടാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ മൈക്രോ RNA എന്ന് പറയുന്നത്, RNA എന്നൊക്കെ പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാം അല്ലേ, ഒരു ബയോളജി ബേസ്ഡ് ടേം ആണ്. അപ്പോൾ അത് മെഡിസിൻ ആയിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ലിറ്ററേച്ചറിലുള്ള നോബൽ പ്രൈസുകൾ നോക്കാം. ഹാൻകാങ്ങിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. ദക്ഷിണ കൊറിയയാണ് പ്ലേസ്. അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ട്രോമാസിനെ അഭിമുഖീകരിക്കുകയും ഹ്യൂമൻ ഫ്രെജിലിറ്റി പോലുള്ളവയെ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന രചനാ ശൈലിക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. ഹിസ്റ്റോറിക്കൽ ട്രോമാസ് എന്ന് പറഞ്ഞാൽ ആഘാതങ്ങൾ, അതായത് ചരിത്രപരമായ ആഘാതങ്ങൾ അഭിമുഖീകരിക്കുകയും ഹ്യൂമൻ ഫ്രെജിലിറ്റി, അതായത് മനുഷ്യജീവിതത്തിന്റെ ദുർബലതയെ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന രചനാ ശൈലിക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. ഇനി ഹാൻകാങ്ങിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബുക്കാണ് ദി വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. അതിന് മാൻ ബുക്കർ പ്രൈസ് 2016 ലഭിച്ചു. ഇനി ഹാൻകാങ്ങിനും ലിറ്ററേച്ചറും തമ്മിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ലിറ്ററേച്ചർ സാഹിത്യം അല്ലേ, അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുക, എഴുതുകയാണ് ചെയ്യുക അല്ലേ, ഹാൻഡ് ഉപയോഗിച്ച് എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റത്തെ വേർഡ് ഹാൻഡ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ലിറ്ററേച്ചർ ഹാൻഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് പീസിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജപ്പാനീസ് സംഘടനയായ നിഹോൺ ഹിദായ്ക്കോയ്ക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. അവരുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡിസാർമമെന്റിനാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. ന്യൂക്ലിയർ ഡിസാർമമെന്റ് എന്ന് പറഞ്ഞാൽ ആണവായുധ വിരുദ്ധ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതായത് ആണവായുധങ്ങളില്ലാതെ ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഇനിയൊരിക്കലും ഉപയോഗിക്കില്ലെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പോൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് വരുന്നുണ്ട് അല്ലേ, അച്ചീവ്മെന്റിൽ ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പോൾ വെപ്പൺസ് എന്നുള്ളൊരു ടേം വരുന്നുണ്ടല്ലോ. അപ്പോൾ വെപ്പൺസ് ഉപയോഗിക്കാതെ നിഹോൺ എന്നുള്ളതിൽ നീ എടുക്കുക. നീ നോക്കിക്കോ എനിക്ക് വയ്യോ, നോക്കിക്കോ സമാധാനം ലഭിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇക്കണോമിക്സിലുള്ള നോബൽ പ്രൈസുകൾ നോക്കാം. ഡാരൻ എയ്സ് മൊഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ ഇവർക്കാണ് ലഭിച്ചത്. ഇവരുടെ അച്ചീവ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ രൂപപ്പെടുന്നുവെന്നും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് പ്രോസ്പെരിറ്റിക്കും ഡിസ്പാരിറ്റീസിനും എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതുമായ റിസർച്ചിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. ഇനി നമുക്ക് ഇതൊക്കെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ആളുടെ പേര് ഡാരൻ. അത് നമുക്ക് ഡ്രാഗൺ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കേട്ടിട്ടില്ലേ, പൊതുവെ ഇത്തിരി വില കൂടിയ ഫ്രൂട്ടാണല്ലേ ഡ്രാഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് ഇവിടെ സണ്ണുണ്ട് അല്ലേ, ജോൺസണും റോബിൻസണും, 2 സണ്ണുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് 2 സണ്ണും പോയി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിച്ച് എന്തുണ്ടാക്കി, സാമ്പത്തികം ഉണ്ടാക്കി. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.